സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ക്ഷേത്രങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്നു. സമൂഹജീവിയായ ഏതൊരു ഹിന്ദുവിൻ്റെയും പരമ്പരാഗത ആചാര അനുഷ്ഠാനങ്ങളുടെയും സാമൂഹിക ബൗദ്ധിക തല വികാസങ്ങളുടെയും എല്ലാം അടിത്തറ ക്ഷേത്രങ്ങളാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ക്ഷയാദ് ത്രായതേ ഇതി ക്ഷേത്ര. നാശത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നത് ഏതൊന്നാണോ അതാണ് ക്ഷേത്രം. ക്ഷേത്ര ചൈതന്യവർദ്ധനയ്ക്ക് തന്ത്രസമുച്ചയത്തിൽ പറയുന്ന 5 പ്രധാന കാര്യങ്ങളിൽ പരമപ്രധാനമായിട്ടുള്ളത് ആചാര്യൻ്റെ, അതായത് തന്ത്രിയുടെയും മേൽശാന്തിയുടെയും തപശക്തിയും വ്രതനിഷ്ഠയുമാണ്. രണ്ടാമത്തേതായി പറയുന്നത് ക്ഷേത്രത്തിൽ വിഗ്രഹം സ്ഥാപിച്ച സമയത്ത് ആ മൂർത്തി സങ്കല്പത്തിന് അനുസൃതമായി നിശ്ചയിച്ച പൂജാക്രമങ്ങളും നിവേദ്യവും ആചാരങ്ങളും അനുസ്യൂതമായി തുടർന്ന് കൊണ്ടുപോകുക എന്നതാണ്. വേദോപാസനയാണ് മൂന്നാമതായി പറയുന്നത്. ഉത്സവം, അന്നദാനം എന്നിവയാണ് മറ്റു 2 പ്രധാന കാര്യങ്ങൾ. ഇവയാണ് ക്ഷേത്ര പുരോഗതിക്ക് കാരണമായിട്ടുള്ള പ്രധാന കർമ്മങ്ങൾ. ഈ 5 കാര്യങ്ങളും വളരെ ഭംഗിയായി നടക്കുന്നതിനാലാണ് ഗുരുവായൂരും ശബരിമലയിലും ക്ഷേത്രങ്ങൾക്ക് അഭിവൃദ്ധിയുണ്ടാകുന്നത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നീ 3 വേദങ്ങൾ കൊണ്ട് മുറജപം, മുറഹോമം, മുറ അഭിഷേകം, വേദപുഷ്പാഞ്ജലി, വാരമിരിക്കൽ മുതലായ വേദോപാസനകൾ കൊണ്ട് ദേവപ്രീതിയും ക്ഷേത്രത്തിന് ഐശ്വര്യവും അതിലൂടെ ഭക്തജനങ്ങൾക്ക് ശാന്തിയും സമാധാനവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെയാണ് യാഗം ചെയ്ത് യാഗാഗ്നി കെടാതെ സൂക്ഷിക്കുന്ന കർമ്മികൾക്കുള്ള വച്ചു നമസ്കാരവും. ക്ഷേത്ര ചൈതന്യവർദ്ധനവിന് അത്യാവശ്യമായിട്ടുള്ളതാണ് ഭക്തജനങ്ങളുടെ പ്രാർത്ഥനയും സമർപ്പണവും. മുറ എന്നാൽ 8 ദിവസം എന്നാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെ 7 മുറയാണ് ജപം നടക്കുക, അതായത് 56 ദിവസം. ഋക്ക്, യജുർ, സാമവേദങ്ങളിലെ മന്ത്രങ്ങളും സഹസ്രനാമങ്ങളുമാണ് പ്രധാനമായും മുറജപത്തിൽ ഉരുവിടുക. വേദം, സംഹിത, പദം, ക്രമം എന്നിവ ക്രമമായി വേദത്തിലെ 10 ഋക്ക് മുഖമണ്ഡപത്തിലിരുന്ന് ഉറക്കെ സ്വരിച്ചു ചൊല്ലി ദേവനെ കേൾപ്പിക്കുന്നതാണ് വാരമിരിക്കൽ. പണ്ട് അമ്പലപ്പുഴ രാജാവ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലും അമ്പലപ്പുഴ രാജ്യം തിരുവിതാംകൂറിലായ ശേഷം മുറജപം, ശുചീന്ദ്രത്വം, തുടർന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലം മുതൽ 6 കൊല്ലം കൂടുമ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും നടത്തിവരുന്ന മുറജപം വളരെ പ്രസിദ്ധമാണ്. മുറഹോമമാണ് പരമപ്രധാനമായ മറ്റൊരു വേദോപാസന. ഗുരുവായൂരിലെ മമ്മിയൂർ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും മുറഹോമം നടത്തി തുടങ്ങിയത് മുതൽ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യം വർദ്ധിച്ചതായി നമുക്ക് കാണാം. ക്ഷേത്രത്തിലെ ഉത്സവം ചൈതന്യവർദ്ധനവിനുള്ള ഒരു ഉപാധിയാണ്. ക്ഷേത്രത്തിലെ അനുഷ്ഠാന കലകളും ഉത്സവബലി, ബ്രഹ്മകലശം, മറ്റ് താന്ത്രിക കർമ്മങ്ങളും ക്ഷേത്ര ചൈതന്യം നിലനിർത്താനും അഭിവൃദ്ധിപ്പെടാനും ഉപകരിക്കുന്നവയാണ്. ഭക്തജനങ്ങൾക്കും മറ്റു ജീവജാലങ്ങൾക്കുമുള്ള അന്നദാനവും വളരെ ശ്രേഷ്ഠമാണ്. ക്ഷേത്ര ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അപചയം സംഭവിച്ചാൽ ചൈതന്യലോപവും കലഹവും ദേശത്തിന് കാലദോഷവും ആയുർനാശം പോലും സംഭവിക്കുമെന്നാണ് അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്.